ബരാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത പോലെ ഈ ആഴ്ചയും സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. കാരണം പല ആളുകളും ചോദിക്കുന്ന, ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് ചോദിക്കുന്ന, രക്ഷയെക്കുറിച്ച് ചോദിക്കുന്ന, വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുന്ന അനേകം സംശയങ്ങൾക്കൊരു മറുപടി എന്നുള്ള രീതിയിലാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നും എൻ്റെ കൂടെ ബ്രദർ ജിജോ ഉണ്ട്. അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. പല ചോദ്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ, പല ആളുകളെ റെപ്രസെൻ്റ് ചെയ്തുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങളിലേക്ക് കർത്താവിൻ്റെ ആത്മാവിൽ നമുക്ക് ധ്യാനാത്മകമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരാൾ വീണ്ടും ജനിക്കുമ്പോൾ യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി ഏറ്റുപറയുന്നതിലൂടെയാണല്ലോ ഒരാൾ വീണ്ടും ജനിക്കുന്നത്. അപ്പം ഒരാളിങ്ങനെ വായുകൊണ്ട് ഏറ്റുപറയുമ്പോൾ ശരിയായിട്ടുള്ള വീണ്ടും ജനനം നടക്കുന്നുണ്ടോ? വീണ്ടും ജനനത്തിൽ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഏറ്റുപറയുന്ന വ്യക്തിയുടെ ഇൻവോൾവ്മെൻ്റ് ആണോ അതോ ദൈവത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണോ ഒരാളുടെ വീണ്ടും ജനനത്തിൽ ഉണ്ടാകുന്നത്? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആരുടെ ഇൻവോൾവ്മെൻ്റ് ആണ് അതിനകത്തുള്ളത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒരു കുഞ്ഞിന് എന്തുമാത്രം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും? ഒരു കുഞ്ഞ് ജനിക്കും ആരുടെ തീരുമാനമാണ്, ആരുടെ ഇൻവോൾവ്മെൻ്റാണ്? കുഞ്ഞൊന്നും ചെയ്യുന്നില്ല. ജനനമെന്ന് പറയുന്നത് എപ്പോഴും മാതാപിതാക്കളുടെ പ്രിറോഗേറ്റീവ്, മാതാപിതാക്കളുടെ പ്രവൃത്തിയാണ്. ജനിക്കുന്ന ഞങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. അതുപോലെ തന്നെ വീണ്ടും ജനനമെന്ന് പറയുന്നത്, രക്ഷ എന്നതും വീണ്ടും ജനനം എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിട്ട് കാണണം. രക്ഷ എന്ന് പറയുന്ന ഡോക്ട്രിൻ ഓഫ് സാൽവേഷനകത്ത് ഒരു ഭാഗമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. വീണ്ടും ജനനത്തോടെയാണ് ഈ പരിപാടി നമ്മുടെ ലെവലിൽ നോക്കുമ്പോൾ തുടങ്ങുന്നത്. ദൈവത്തിൻ്റെ കണ്ണോട് നോക്കുമ്പം തിരഞ്ഞെടുപ്പുണ്ട്, സുവിശേഷം കൊണ്ടുള്ള വിളിയുണ്ട്. ഇത്രയൊക്കെ ദൈവം ചെയ്ത ശേഷമാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്. പക്ഷേ ഞാൻ വീണ്ടും ജനിക്കുമ്പോഴാണ് എൻ്റെ രക്ഷയുടെ യാത്ര തുടങ്ങുന്നത്. രക്ഷയുടെ യാത്ര എന്ന് പറയുന്നൊരു ലോങ് കഷ്ടപ്പാട് നിറഞ്ഞ ഒരു കഠിന യാത്രയാണ്. ഈ കഠിന യാത്ര എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കമാണ് വീണ്ടും ജനനം. വീണ്ടും ജനിക്കുമ്പോൾ എൻ്റെ കണ്ണ് തുറക്കുകയും ഞാൻ ഈ ഒരു ലോകത്തിലേക്ക്, ഒരു പുതിയ ലോകം, അന്ന് വരെ കാണാത്തൊരു ലോകത്തിലേക്ക് എൻ്റെ കണ്ണെത്തുകയാണ്. അവിടെ നിത്യമായ സൗഭാഗ്യങ്ങളുമായി കാത്തിരിക്കുന്ന ഒരു പിതാവ്, നമുക്ക് വേണ്ടി മരിച്ച കർത്താവ്, ബാക്കി എല്ലാം ഇറലവൻ്റ് ആവുകയാണ്. ബാക്കി ഒന്നും ഈ വീണ്ടും ജനിച്ചവനെ സംബന്ധിച്ച് ബാക്കി ലോകത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ അവൻ അറിയുന്നുണ്ടെങ്കിലും ഈ വീണ്ടും ജനിക്കുമ്പോൾ അവന് ഒരപ്പനെ കിട്ടുന്നു, സ്വർഗത്തിൽ ഒരു ഇൻഹെറിറ്റൻസ് വരുന്നു, അവന് പുതിയ സ്വഭാവം കിട്ടുന്നു. ദൈവത്തിൻ്റെ ശത്രുവായിരുന്നു ഇന്നലെ വരെ അവൻ, ഇന്നവൻ ദൈവത്തിൻ്റെ മകനായി മാറുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന ദൈവം നമ്മളിൽ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. അപ്പോൾ ആ വീണ്ടും ജനനത്തിൻ്റെ കൂടെയാണ് ഫെയ്ത്ത് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് പലരും വിചാരിക്കുന്നത് വിശ്വാസത്തിലൂടെ വീണ്ടും ജനിക്കുക എന്നാണ്. പക്ഷെ വിശ്വാസത്തിലൂടെ വീണ്ടും ജനിക്കാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രസംഗം കേൾക്കുന്നു, അല്ലെങ്കിൽ നിത്യജീവനെക്കുറിച്ചൊരു പ്രസംഗം കേൾക്കുന്നു. അത് വിശ്വസിക്കണമെങ്കിൽ നമ്മൾ ആ കാഴ്ച കാണണം, കണ്ണ് തുറക്കണം. കണ്ണ് തുറക്കാതെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വിശ്വാസം ഉണ്ടാകുന്നത് കണ്ണ് തുറക്കുമ്പോഴാണ്. അപ്പോൾ റീജനറേഷൻ്റെ കൂടെ തൊട്ടുപുറകെ കണ്ണ് തുറന്ന നിമിഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു കാര്യമാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഫെയ്ത്ത് ഉണ്ടാകാനുള്ള കാരണം റീജനറേഷനാണ്, വീണ്ടും ജനനമാണ്. ആ വീണ്ടും ജനനത്തിലൂടെയാണ് നമുക്ക് ഈ ഫെയ്ത്ത് വരുന്നത്. അതായത് പുതുതായിട്ട് ജനിച്ചു ഇത്രയും നാളും പഴയ ജന്മത്തിൽ നമ്മൾ തന്നെ അസസ് ചെയ്ത് ബുദ്ധി കൊണ്ടും കാഴ്ച കൊണ്ടുമൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയതായിട്ട് ജനിച്ചു കഴിയുമ്പോൾ ഇനി ജീവിക്കണമെങ്കിൽ വിശ്വാസത്താൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. പുതിയ ജീവനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫെയ്ത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് ഫെയ്ത്ത് ഉണ്ടായി പിന്നെ വീണ്ടും ജനിക്കുന്നതല്ല. വീണ്ടും ജനനം മീൻസ് ദ ഫസ്റ്റ് ഓപ്പറേഷൻ ഇൻ എ മാൻ. രക്ഷയുടെ ആദ്യത്തെ പടിയല്ല, രക്ഷയുടെ ആദ്യത്തെ സംഭവം വീണ്ടും ജനനമല്ല. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ കണ്ണ് തുറക്കുന്ന പരിപാടിയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പം ഈ രക്ഷാകരമായ ഈ ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിയിൽ ഈ രക്ഷ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അതായത് അതിനകത്ത് നമ്മുടേതായ ഒരു വില്ലുണ്ടോ? അതായത് ദൈവത്തെ തിരഞ്ഞെടുക്കാനും തള്ളിക്കളയാനും നമുക്ക് ഒരു വില്ല്, നമ്മുടേതായ ഒരു വില്ലുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, തീർച്ചയായിട്ടും ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ വില്ല് ദൈവം ഒരിക്കലും ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പൗലോസിനെ ഫോഴ്സ് ചെയ്തില്ലേ? ചില ആൾക്കാരെ ദൈവം ഫോഴ്സ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
പക്ഷേ ആസ് എ ജനറൽ റൂൾ ദൈവം ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. ഫോഴ്സ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ വിളിക്ക് ഫോഴ്സ് ഇല്ല എന്നർത്ഥമില്ല. അതെങ്ങനെയാണ് എൻ്റെ ഫോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അമ്മ കൊച്ചിനെ വിളിക്കുന്നു, ഇങ്ങ് വാ മോനെ എന്ന് പറയുമ്പോൾ ആ കൊച്ചിനെ അനുസരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമ്മയെ ആശ്രയിച്ചിരിക്കും. ഒരു പരിധിവരെ അമ്മ സ്നേഹത്തോടെ വിളിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ് കയ്യിൽ വെച്ചുകൊണ്ട് വിളിക്കുന്നതാണ്, അതല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും ഒരു ഉമ്മ കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. ഇവൻ നല്ല മൂഡിലാണെങ്കിൽ അവനോട് ചെല്ലും. അതേസമയത്ത് ഒരു വടിയെടുത്തുകൊണ്ടാണ് അമ്മ വിളിക്കുന്നെങ്കിലും പോകില്ലോ നമുക്കറിയത്തില്ല. അപ്പോൾ വില്ലെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തോടെ തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. അതിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒത്തിരി ഫാക്ടേഴ്സ് സ്വാധീനിക്കപ്പെട്ടാണ് നമ്മുടെ വില്ലുണ്ടാകുന്നത്. ശരിയല്ലേ? അപ്പം ഞാനൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഇങ്ങനെ വേണം, എനിക്ക് കർത്താവിനെ വിശ്വസിക്കണം, ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്ന തീരുമാനം എടുക്കണമെങ്കിൽ ഓക്കെ, എൻ്റെ സർക്കംസ്റ്റാൻസ് അങ്ങോട്ട് എത്തണം, എനിക്ക് ബോധ്യം ഉണ്ടാവണം. ബോധ്യം ഉണ്ടാകാതെ എനിക്ക് ദൈവത്തെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പം ദൈവം എനിക്ക് അവൻ ആരാന്ന് ബോധ്യപ്പെടുത്തി തരുമെന്ന് വിചാരിച്ചു. അപ്പോൾ ബോധ്യം എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ആ ബോധ്യത്തെ നിഷേധിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനുള്ള പാപം എന്ന് പറയുന്നത്. അതായത് ഇപ്പം എൻ്റെ ഉള്ളിലൊരു ബോധ്യം വരികയാണ് ഇത് കർത്താവാണ് എന്നുള്ള ബോധ്യം ഉണ്ടായി കഴിയുമ്പം അത് പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് വരുന്നൊരു ബോധമായതുകൊണ്ട് അത് വീണ്ടും ജനനം തന്നെയാണ് ഈ ബോധ്യം. അന്നവർ റിജക്റ്റ് ചെയ്ത് കളഞ്ഞ പോലെ അല്ല. കാരണം ആത്മാവിനാൽ നമ്മളെ വീണ്ടും ജനിപ്പിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഉള്ളിൽ എപ്പോഴാണോ ആ കാഴ്ച കാണുമ്പോൾ കർത്താവിനെ നമ്മൾ കാണുക. ആ ബോധ്യം എന്ന് പറയുന്നതാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ഒരിടത്തും അതൊരു ചോയ്സ് അല്ല. ചോയ്സ് ആയിടത്തല്ല അത് അൺസ്റ്റേബിളാണ്. വിശ്വാസം എവിടെയെല്ലാം ഒരു ചോയ്സ് ആണോ അവിടെയെല്ലാം ഫെയ്ത്ത് അൺസ്റ്റേബിളാണ്, അസ്ഥിരമാണ്. ഉദാഹരണത്തിന് ഈ കെട്ടിടത്തിൽ നമ്മൾ ഇരിക്കുന്നു. ഈ കെട്ടിടത്തിൽ കയറുന്നതിന് മുമ്പ് ബ്രദർ ചിന്തിച്ചായിരുന്നോ ഇടിഞ്ഞെങ്ങാനും പോകുമെന്ന് ചിന്തിച്ചോ? ഇല്ല. അവിടെ ഒരു ചോയ്സിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം എന്താ? ബോധ്യമുണ്ട്, പോവില്ല അല്ലേ? അങ്ങനെ ഒരു ചോയ്സ് എടുക്കേണ്ടി വന്നായിരുന്നെന്ന് വിചാരിച്ചു, പോവോ ഇല്ലേ എന്നൊരു സംശയം. വില്ല് എങ്ങോട്ട് പോകണമെന്ന് വില്ലിനൊരു സംശയം. അങ്ങനെ ഉണ്ടെങ്കിൽ അർത്ഥം എന്താ? ഇത് മൊത്തത്തോടെ അൺസ്റ്റേബിൾ ആണെന്നല്ലേ അർത്ഥം. അപ്പം ദൈവം അവനെ വെളിപ്പെടുത്തുമ്പോൾ പോണോ വേണ്ടയോ എന്ന് ചിന്തിക്കാവുന്ന രീതിയിൽ അൺസ്റ്റേബിളായിട്ടല്ല ദൈവം വെളിപ്പെടുത്തുന്നത്. ദൈവം ആരാന്ന് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പം, സത്യം ഇതാന്ന് മനസ്സിലാക്കി കഴിയുമ്പം, ഓക്കെ എനിക്കൊരു ക്യാൻസർ ഉണ്ട്, ട്രീറ്റ്മെൻറ്റ് മരുന്ന് ഇതാന്ന് മനസ്സിലാക്കി കഴിയുമ്പം അതുതന്നെയാണ് എൻ്റെ വില്ലിനെ സ്വാധീനിക്കുന്നത്. എൻ്റെ വില്ല് ഞാൻ സ്വതന്ത്രമായിട്ട് മാറ്റി വെച്ചേക്കുമല്ല, പിന്നെ വേണമെങ്കിൽ എടുത്ത് പ്രയോഗിക്കാം. ഈ കാര്യങ്ങൾ കാണുമ്പോൾ എൻ്റെ വില്ല് ഓട്ടോമാറ്റിക്കലി എഗ്രി ചെയ്തേ പറ്റൂ, എഗ്രി ചെയ്യുവാണ്, തിരിഞ്ഞു വരുവാണ്. അതായത് ശരിയാണല്ലോ കർത്താവാണല്ലേ, കർത്താവ് വിളിക്കുന്നതാണല്ലോ എന്ന് നമ്മുടെ മനസ്സ് അതിനോടങ്ങ് എന്നാൽ ഇത്തിരി സന്തോഷിച്ചേക്കാം. വില്ലിനെ കുറിച്ച് ഞാൻ പറയട്ടെ. നിങ്ങൾ തീരുമാനിക്കുകയാണ്, ചിലർ പറഞ്ഞ വില്ല് അങ്ങ് ഭയങ്കര ഫ്രീ ആണെന്ന് പറഞ്ഞപ്പം ഞാൻ തീരുമാനിക്കുക ഇത്തിരി നേരം അങ്ങ് സന്തോഷിച്ചേക്കാം. സന്തോഷിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇത്തിരി കരഞ്ഞേക്കാം, ഒന്ന് സൗണ്ട് കേൾപ്പിക്കുക എന്നുള്ളതല്ലാതെ കണ്ണുനീര് വരില്ല. അപ്പോൾ ഇവിടെ ഒന്നും വില്ലില്ല. അമ്മയെ വിശ്വസിക്കണം, കുഞ്ഞാണ്, വിശ്വസിച്ചേക്കാം. വില്ല് വർക്ക് ചെയ്യത്തില്ല. അത് ബോധ്യങ്ങളാണ്. ഈ ബോധ്യങ്ങൾക്കകത്ത് വില്ലെന്ന് പറഞ്ഞൊരു ഇഷ്യൂ വരുന്നില്ല. ഈ വില്ലെന്നുള്ള പറയുന്ന ഇഷ്യൂ മാറുന്നതിനാണ് ബോധ്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? എൻ്റെ കാഴ്ചകളും എൻ്റെ ഇഷ്ടങ്ങളും മാറുന്നതിനാണ് ഈ ബോധ്യം എന്ന് പറയുന്നത്. ഇപ്പം കർത്താവിൻ്റെ രക്ഷ എന്നുള്ള എൻ്റെ ബോധ്യമാണ്. അപ്പോൾ വില്ല് മാറിയതുകൊണ്ടാണ് ബോധ്യം ഉണ്ടായത്. പിന്നെ അതിനിടയ്ക്കൊരു വില്ലുണ്ടാവണം, ഈ ബോധ്യം മാറണം. മനസ്സിലാവും? അപ്പോൾ ഫ്രീ വില്ലെന്ന് പറയുന്ന ഒരു മിത്താണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ വില്ലുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. ശരിക്കും ഉണ്ടോയെന്ന് ഇനി ഫിലോസഫിക്കലായിട്ടൊക്കെ അപഗ്രഥിച്ച് നോക്കേണ്ടി വരും. പക്ഷേ സാമാന്യ കാഴ്ചയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് രാവിലെ നമ്മൾ ഡ്രസ്സ് എടുത്തിരുന്നു. ഓക്കെ, ഞാൻ ഈ ഡ്രസ്സിൻ്റെ അടുത്ത് ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരാളാണ്. പൊതുവെ ഡ്രസ്സിൽ ഒരാൾ എടുത്തിട്ട് കഴിയുമ്പോൾ പലതാലോചിക്കും. പുള്ളി ആൾക്കാരുടെ മുമ്പിൽ ഇറങ്ങണം, ടി വി വരും, അല്ലെങ്കിൽ അപ്പോൾ എങ്ങനെ കാണപ്പെടണം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ അയാൾ ആ ഡ്രസ്സ് ചോയ്സ് ചെയ്യുന്നതിനകത്ത് തന്നെ 100,000 ഫാക്ടേഴ്സ് ഇയാളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ടേക്കിംഗ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ. ശരിയല്ലേ? അപ്പോൾ വില്ലെന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് സാധനം നോൺ എക്സിസ്റ്റൻ്റ് ആണ്. അങ്ങനൊരു സാധനമേ ഇല്ല. പിന്നെ എന്തിനാണ് ഇത്ര ഉപദേശങ്ങൾ ഈ ബൈബിളിൽ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ദൈവം ബോധ്യം തരുന്നത്. ഈ ബോധ്യം തരാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് കൽപ്പനകൾ, നിർബന്ധങ്ങൾ, ഉപദേശങ്ങൾ. ഇതെല്ലാം നമ്മൾക്ക് എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ബോധ്യം വരാൻ വേണ്ടിയാണ്, ആ വില്ലിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരു പല ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാളൊരു തീരുമാനം എടുക്കുന്നത്. ദൈവം എൻ്റെ കണ്ണ് തുറന്ന് ബ്രദർ എന്ന് പറയില്ല, അതാണ് സംഭവം. എന്നാൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്ക്, അല്ലെങ്കിൽ തീരുമാനം എടുത്താൽ ദൈവം നിങ്ങളെ ആ മല ചാടിക്കിടക്കാൻ സഹായിക്കും. അപ്പം അവിടെ തീരുമാനം എടുക്കാൻ തക്കവണ്ണം ഒന്നും അവർ പറയുന്നില്ലെങ്കിൽ അവർക്ക് ഈ കേൾക്കുന്ന ആൾക്ക് തീരുമാനം എടുക്കാൻ കഴിയത്തുമില്ല. അപ്പം തീരുമാനം എടുക്കണമെങ്കിൽ പറഞ്ഞു വരുന്നത് ഒരു ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യമാണ് തീരുമാനം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ബോധ്യമില്ലാതെ തീരുമാനം എടുക്കാം. അത് നമ്മൾ ഇൻ്റലക്ച്വൽ ഡിസിഷൻസാണ്, ഫിലോസോഫിക്കലാണ്, ഈവൻ ഉണ്ടാവില്ല. ഇപ്പം ഞാൻ തിയററ്റിക്കലി അക്സെപ്റ്റ് ചെയ്യുന്നു, ബൈബിൾ ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്, തിയററ്റിക്കലി ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ ബോധ്യമായിട്ടില്ല, ഉൾബോധ്യമായിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു ബുദ്ധി കൊണ്ട് അതര വ്യായാമം ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ യേശുവിൻ്റെ കർത്താവ് എന്ന് ഉള്ളുകൊണ്ട് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേണോ വേണ്ടോ എന്നൊരു ചോയ്സ് വരുന്നില്ല. കാരണം ദിറ്റ് ഈസ് സോ വാട്ട് യു കോൾ, ഇറ്റ്സ് എ ഡൊമിനന്റ് തോട്ട്. നമ്മളെ കീഴടക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇപ്പം ക്രിസ്തു ഉണ്ട്, ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളത് എൻ്റെ ബോധ്യമാണ്. ആ ബോധ്യത്തിനകത്ത് പിന്നെ എനിക്ക് ഫ്രീ ചോയ്സ്. ഇപ്പം ഒരാന ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചു, കണ്ടു, ആന ഉണ്ടെന്ന് വിശ്വസിക്കണോ വേണ്ടോ എന്നൊരു ചോയ്സ് എൻ്റെ മൈൻഡ് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. മനസ്സിലായോ? അപ്പം ഒരാൾ പറയണം ഫ്രീ വില്ലുണ്ട്, സൗകര്യമുണ്ട്, വിശ്വസിച്ചാൽ മതി, ആനയുണ്ട്. ആ ഫ്രീ വില്ലുണ്ട് എന്ത് കാര്യം? ഇത് നമ്മൾ ആ ഫ്രീ വില്ലെന്ന് പറയുന്ന ഒരു ഫിലോസോഫിക്കൽ കൺസെപ്റ്റാണ്. അത് ശരിക്കും ഒരു സാധനമില്ല. ശാസ്ത്രം പറയുന്നത് വി ആർ ജനറ്റിക്കലി വയർഡ് എന്നാണ്. എനിക്ക് ഉള്ളി ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. കറിയിൽ എവിടെ കിടന്നൊരു ഉള്ളി ഞാൻ പറയാൻ പറ്റും. എൻ്റെ ഫ്രീ വില്ലല്ലത്. എനിക്ക് പലപ്പോഴും ആഗ്രഹം തോന്നിയിട്ടുണ്ട് ഈ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് കഴിച്ച്, പക്ഷെ കഴിക്കുമ്പോൾ എൻ്റെ ശരീരം സമ്മതിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രീ വില്ലിനെ അങ്ങനെ പല കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ബോധ്യം, ഇഷ്ടങ്ങൾ, ഇങ്ങനെ വി ആർ ജനറ്റിക്കലി വയേർഡ്. നമ്മുടെ എക്സ്പീരിയൻസസും നമ്മുടെ ജനറ്റിക്കൽ കാരണങ്ങൾ കാരണം നമുക്കൊരു ഫ്രീ തീരുമാനം എടുക്കാൻ മാത്രം നമ്മൾ ഫ്രീ അല്ല. ഇതിനെക്കുറിച്ച് പഴയ റീഫോമേഴ്സ് മാർട്ടിൻ ലൂതറൊക്കെ എഴുതിയിട്ടുണ്ട്, ബോണ്ടേജ് ഓഫ് വില്ലെന്ന് പറഞ്ഞ്. അതായത് നമ്മുടെ ഇഷ്ടങ്ങൾ, ചോയ്സുകളെല്ലാം പലതിനോട് ബൗണ്ടാണ്. ഇപ്പം ഒരാളെ കല്യാണം കഴിക്കുന്നു, നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ബ്രദറെ എന്ന് പറയാം. പക്ഷേ എൻ്റെ അകത്ത് എനിക്ക് ജനറ്റിക് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഇന്ന രീതിയിലുള്ളവരെ ഇഷ്ടമില്ല, എനിക്ക് അവരെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. അത്രയും പേര് എക്സ്ക്ലൂഡഡ് ആയി കഴിഞ്ഞു. എനിക്ക് ഇന്ന കളറുള്ള ആളെ മതി. അപ്പം ബാക്കി കളറുള്ളവരും ഷെയ്ഡുള്ളവരെല്ലാം മാറിക്കഴിഞ്ഞു. ഇത്രയും തലമുടിയുള്ള ഒരാളെ മതി. അപ്പം കട്ട് ചെയ്ത് അവസാനം നമ്മൾ എത്തുന്നത് ഫ്രീ വില്ലല്ല. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കാൻ നമ്മുടെ ലൈഫിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, ദൈവം നമുക്കൊരു ബോധ്യം തന്നു കഴിഞ്ഞാൽ ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്, ഇത് എ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധ്യമായ പിന്നെ എ ആണെന്ന് വിശ്വസിക്കണോ ആന ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കണോ എന്നൊരു ചോയ്സ് നമ്മളെ ഫീൽ ചെയ്യുന്നതേ ഇല്ല. മനസ്സിലായി? ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിലൊക്കെ വിശ്വസിച്ചിരുന്ന ഒരാളാണ്, അതായത് ഫ്രീ വില്ല്, മനുഷ്യൻ്റെ ഇതൊക്കെ. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി ദൈവം എന്നെ എങ്ങനെ വിശ്വാസിയാക്കിയെന്ന് ഞാൻ തിരിച്ചിരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എനിക്കതിനകത്തൊന്നും നോ പറയാനുള്ളൊരു ചാൻസ് ഇതൊന്നും തന്നിട്ടേ ഇല്ല. ബോധ്യങ്ങളായിരുന്നു. ഇപ്പോൾ ബോധ്യങ്ങളായിട്ട് വരുമ്പോൾ ഏത് ബോധ്യത്തോടാണ് ഞാൻ നോ പറയുന്നത്? ഇതെല്ലാം ഞാൻ കണ്ട കാഴ്ചയാണ്, എൻ്റെ ആത്മാവിൽ ഞാൻ കണ്ട കാഴ്ചയാണ്, വിശ്വാസത്താൽ കണ്ട കാഴ്ചയാണ്. അപ്പോൾ എനിക്കത് ബോധ്യമാണ്. അപ്പോൾ ബോധ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി വിശ്വസിച്ചേക്കാം എന്ന് പറയുന്നൊരു പോയിന്റ് ഇല്ല അവിടെ. ഇനി ഞാൻ വിശ്വസിച്ചേക്കാം. കാരണം ഈ ഹിയറിങ്ങും എക്സ്പീരിയൻസുമായിട്ട് കണക്ഷനാണ്. ഇപ്പം ഞാൻ കർത്താവിനെ കണ്ടു, കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പം നോളജ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ഒത്തിരി ചോറ് സാമ്പാറും കഴിച്ചെന്ന് വിചാരിച്ചോ, ചോറും സാമ്പാറും കഴിച്ചു, നല്ല ടേസ്റ്റായിരുന്നു, നിങ്ങൾ ബോധ്യപ്പെട്ടു, ചോറും സാമ്പാറും കഴിച്ചു. ഞാനിന്ന് ചോറും സാമ്പാറും കഴിച്ചോ ഇല്ലയോ എന്ന് വിശ്വസിക്കണം. ചോയ്സ് ഉണ്ടോ? ഇല്ല. കണ്ടു, അനുഭവിച്ചു, കഴിച്ചു, ടേസ്റ്റായിരുന്നു. അപ്പം എനിക്ക് എക്സ്പീരിയൻസ് ആണ്. അതിനകത്ത് എവിടെ ഫ്രീ വില്ല്? ഓക്കെ. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ തീരുമാനം എല്ലാം നമ്മുടെ വില്ലിങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് പലപ്പോഴും പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ, സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. അപ്പം ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ദൈവവചനത്തിൽ പറയുന്ന ഈ കാര്യങ്ങൾ, ഈവൻ ഈ ബൈബിള് തന്നെ
നമ്മൾ സത്യമാണെന്ന് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതും ഒരു ബോധ്യമാണ്. ഞാനിതെങ്ങനെ വിശ്വസിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പല ആർഗ്യുമെൻ്റ് ഉണ്ട്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് പല ആർഗ്യുമെൻ്റ് ഫിലോസഫിക്കലി ഉണ്ട്. ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് ആർഗ്യുമെൻ്റ് ഒന്നും അറിയത്തില്ലെങ്കിലും പിന്നീട് റിഫ്ലക്ഷൻ നോക്കുമ്പം അതിലൊരു ആർഗ്യുമെൻ്റാണ് എന്നെ ദൈവവിശ്വാസിയാക്കിയതും ബൈബിളിൽ വിശ്വസിക്കാൻ കാരണമാക്കിയതും. അത് മോറൽ ആർഗ്യുമെൻ്റ് എന്ന് പറയും. മോറൽ ആർഗ്യുമെൻറ്റ് ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ദൈവമുണ്ടെന്നുള്ളതിൻ്റെ മോറൽ ആർഗ്യുമെൻറ്റ്, തെളിവ്, മോറലായിട്ടുള്ള തെളിവ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വാട്ട് ഈസ് നോബിൾ, അതായത് ഏറ്റവും ഉദാത്തമായതെന്ത്, മനോഹരമായതെന്ത്, ഇതൊക്കെ ഒരിടത്ത് പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് കൃത്യമായി നിർവചിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരാൾക്ക് നല്ലത് തോന്നുന്നല്ല വേറെ ആൾക്ക് നല്ലത് തോന്നും. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് നിർവചിക്കാൻ പറ്റും. ഉദാഹരണത്തിന്, സ്നേഹമാണ് വെറുപ്പിനേക്കാളും ഉദാത്തം. അതെല്ലാവർക്കും അറിയാം അല്ലേ? ലോകത്തിൽ ആരും നിഷേധിക്കാൻ പോകുന്നില്ല. സ്നേഹമാണ് വെറുപ്പിനേക്കാൾ നല്ലത്. ക്ഷമിക്കുന്നതാണ് ചാടി വീഴുന്നതിനേക്കാളും നല്ലത്. കരുണ കാണിക്കുന്നതാണ് മുഖം തിരിച്ച് നടക്കുന്നതിനേക്കാളും നല്ലത്. ഇത് മനുഷ്യൻ്റെ കോമൺ റെവലേഷനകത്ത് എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം നന്മകൾ എന്താണ് നന്മ എന്നുള്ളതിന് ഒരു കോമൺ റെവലേഷൻ അനുസരിച്ച് തന്നെ ചില നിർവചനങ്ങളുണ്ട്. ഒരാൾ വയ്യാതെ കിടക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ആഹാരം കൊണ്ട് കൊടുക്കുന്നത് നന്മയാണ്. അതെങ്ങനെ നമുക്കറിയാം? അത് നോബിൾ ആണെന്നുള്ള കാര്യം നമ്മുടെ ഉള്ളിൽ പറയുന്നുണ്ട്, എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് വാട്ട് ഈസ് നോബിൾ, എന്താണ് ഉദാത്തമായത് നോക്കി കഴിഞ്ഞാൽ, സ്നേഹമായാലും കരുണയായാലും ക്ഷമയായാലും ഇതെന്തായാലും ഇതിൻ്റെ പെർഫെക്റ്റ് മരണം വരെയുള്ള ഒരു പിക്ചർ ബൈബിളിലല്ലാതെ ലോകത്ത് വേറെ എടുത്തില്ല. ഒരാൾ എനിക്ക് വേണ്ടി മരണം വരെ സ്നേഹിക്കും. ഒരാൾ എന്നോട് പാപങ്ങൾ മരിക്കുന്ന അവസാന മൊമെൻ്റ് വരെ അവനോട് ഞാൻ ചെയ്ത ദ്രോഹങ്ങൾ ക്ഷമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വാട്ട് ദ ഹ്യൂമാനിറ്റി ഡിഫൈൻസ് ആസ് നോബിൾ, ആ നൊബിലിറ്റിയുടെ ഹയസ്റ്റ് പെർഫെക്ഷൻ ഈ ബൈബിളിലല്ലാതെ വേറെ എടുത്തുമില്ല. അതുമാത്രമല്ല, ഈ 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ നിയമത്തിൻ്റെ വെളിപ്പാടിനെ മറിക്കാനോ മാറ്റാനോ ബെറ്ററാക്കാനോ ഇമ്പ്രൂവ് ചെയ്യാനോ കാലത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനോ ആവശ്യമില്ല. അപ്പം അങ്ങനെ ഉള്ളൊരു മോറൽ ആർഗ്യുമെൻറ്റിൽ നിന്നാണ് ഞാൻ ശരിക്കും ഇത് മനസ്സിലാക്കിയത്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ഫിലോസോഫിക്കലി ഒരു സത്യത്തിനടുത്തോട്ട് എത്തിയാൽ മാത്രം പോരാ, എഗെയിൻ അത് ദൈവം നമുക്ക് ബോധ്യമായി നൽകണം. ഓക്കെ, അപ്പോൾ ബോധ്യത്തിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഫെയ്ത്ത് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ കാണുന്ന കാഴ്ചകളുണ്ട്, ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, അതോടൊപ്പം നമ്മുടെ എക്സ്പീരിയൻസും ഉണ്ട്. ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നു. എനിക്ക് എവറിത്തിങ് ഈസ് ഫാളിങ് ഇൻ ടു പീസ്, ഫാളിങ് ഇൻ ടു പ്ലേസ്, കറക്റ്റ് പ്ലേസിൽ എല്ലാം വന്ന് പ്ലേസ് ആവുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ബൈബിൾ എന്ന് പറഞ്ഞു കഴിയുമ്പോഴും പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ക്രിസ്ത്യാനി ഇത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വേറൊരു ഉത്തരവ് കൊടുക്കുന്നത്. ഒരു ക്രിസ്ത്യാനി ചോദിക്കണം ബൈബിൾ എങ്ങനെ വിശ്വസിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബൈബിൾ എഴുതിയത് അപ്രൂവ് ചെയ്തത് യേശുക്രിസ്തു തന്നെയാണ്. പഴയ നിയമം മൊത്തം, പഴയ നിയമത്തിലെ മിക്കവാറും പുസ്തകങ്ങളിൽ നിന്നും കർത്താവ് കോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പുതിയ നിയമം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കുകയും അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ബുക്കുകളാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് അറിയാൻ ഇതല്ലാതെ വേറൊരു സോഴ്സും ഇല്ല. അപ്പോസ്തലന്മാർ എഴുതിയ എഴുത്തുകൾ ഇതിനകത്തല്ലാതെ വേറൊരിടത്തും ഇല്ല. അപ്പോൾ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെന്നും അത് എത്ര വർഷം കഴിഞ്ഞാലും അതിൻ്റെ റെലവൻസ് മാറുന്നില്ലെന്നും അത് ഇന്നും മറ്റേത് പുസ്തകത്തെക്കാളും മൊറാലിറ്റിയുടെ കാര്യത്തിലും ദൈവത്തെക്കുറിച്ചുള്ള റെവലേഷൻ്റെ കാര്യത്തിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഇതിനകത്ത് ഞാൻ കാണുന്ന എവിഡൻസസ്. ഓക്കെ, പക്ഷെ അത് ബോധ്യമായി ദൈവം തന്നെങ്കിൽ മാത്രമേ അത് വേറെ ആൾക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. അപ്പം അൾട്ടിമേറ്റ്ലി റെവലേഷൻ എന്ന് പറയുന്ന ദൈവത്തിന് തന്നെ വരണം. ഓക്കെ, ഈ നമ്മളെല്ലാവരും ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും എല്ലാവരും പുതിയ നിയമത്തിൻ്റെ ഒരു വ്യവസ്ഥയിൽ ഉള്ള ആൾക്കാരാണ്. പലപ്പോഴും യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് പുതിയ നിയമം സ്ഥാപിച്ചു. എന്നാൽ ഇന്ന് പല സഭകളിലും കൂടുതലായി പ്രസംഗിക്കപ്പെടുന്നത് പഴയ നിയമ ഭാഗങ്ങളാണ്. ഇപ്പോഴും വിശ്വാസികൾക്കും അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർക്കും എന്താണ് പുതിയ നിയമം, എന്താണ് പഴയ നിയമം എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു സമയത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതായത്
പുതിയ നിയമം നമ്മൾ നേരത്തെ ബ്രദർ പറഞ്ഞ പോലെ തന്നെ അത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ്. പുതിയ നിയമം എന്നുള്ളതിനേക്കാളും അതിന് നിത്യനിയമം എന്ന് പറയുന്നതായിരിക്കും ശരി. അതായത് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിത്യനിയമം ക്രിസ്തുവിൻ്റെ നിയമമാണ്, ദൈവപുത്രൻ്റെ നിയമമാണത്. ദൈവപുത്രൻ്റെ രക്തത്താലാണ് സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ അതിനോട് കിടപിടിക്കാവുന്ന ഒന്നും ലോകത്തിലില്ല. എന്നാൽ ഈ കൃപ വെളിപ്പെടുന്നതിന് മുമ്പ് പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരുന്നത് ഭാഗമായിട്ടാണ്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ വെളിപ്പാടുകൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമുക്ക് നോക്കാം. അത് ഒന്ന്, പുതിയ നിയമം എന്നൊരു പുസ്തകം ഇല്ല എന്ന രീതിയിൽ പഴയ നിയമത്തെ മാത്രം നമുക്ക് നോക്കാം. അങ്ങനെ വരുമ്പോൾ അത് യഹൂദന്മാർ നോക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിഴലായതുകൊണ്ട് സംഗതികളുടെ സാക്ഷാൽ സ്വരൂപമല്ലാത്തതുകൊണ്ട് ഈ പഴയ നിയമം നിഴലുകളായതുകൊണ്ട് പൂർണ്ണമായൊരു ഒരു മനസ്സിലാക്കൽ നമുക്ക് സാധ്യമല്ല. ഉദാഹരണത്തിനൊരു ആനയെ കാണാൻ അന്ധന്മാർ പോയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ അല്ലേ? ആനയെ അന്ധന്മാർ കാണാൻ പോയപ്പോൾ എന്താ സംഭവിച്ചത്? ഒരുത്തൻ അതിൻ്റെ വാലയെ പിടിച്ചിട്ട് പറഞ്ഞു, ആന എന്ന് പറഞ്ഞാൽ ചൂല് പോലിരിക്കും. അപ്പോൾ വേറൊരുത്തിന് ഉടക്കുണ്ടാക്കി. അവനും അന്ധന, അവൻ പോയി ആനയുടെ ഏതോ ഒരു ഭാഗത്ത് പിടിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു, ആന ചൂല് പോലെ ഇരിക്കുന്നു. എന്ത് മണ്ടത്തിലെ പറയുന്നത്? ആന എന്ന് പറഞ്ഞാൽ തൂണ് പോലെ ഇരിക്കും. അവൻ കാലിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ വേറൊരുത്തം വന്നിട്ട് പറയും, നിങ്ങൾ മണ്ടത്തരം പറയില്ല, ഞാനിപ്പോൾ ആനയെ തൊട്ടിട്ട് വന്നേ ഉള്ളൂ. ആനയുണ്ടല്ലോ, നമ്മൾ ഈ വീട്ടിലെ അരിയൊക്കെ പാറ്റുന്ന മുറം പോലെ ആന ഇരിക്കുന്നത്, അവൻ ചെവി പിടിച്ചിട്ട് വന്നവനാ. ഇതാണ് പഴയ നിയമം പല കോർണറിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. ആനയെ കണ്ടിട്ടില്ല, ആനയെ കാണാതെ ഭാഗമായി. അപ്പോൾ അന്നും ഇത് പൊരുൾ കണ്ടവരുണ്ടായിരുന്നു. പൊരുൾ കണ്ടയാളാണ് അബ്രഹാം, പൊരുൾ കണ്ടയാളാണ് മോശ പൊരുൾ കണ്ടു, ക്രിസ്തുവിൻ്റെ നിന്ന് തിരഞ്ഞെടുത്തു. അപ്പോൾ ഈ പഴയ നിയമത്തിൽ രണ്ട് തരത്തിൽ നോക്കാം. ഒന്ന് ആനയെ കണ്ടവരും, മറ്റൊന്ന് ആനയെ കാണാത്തവരും. ഇപ്പോൾ പുതിയ നിയമം വായിച്ചിട്ട് നമ്മൾ പഴയ നിയമം വായിച്ചു കഴിയുമ്പോൾ ആനയെ കണ്ടവൻ വാലെ കാണുന്ന പോലെയാണ്. ഓക്കെ. എന്നാൽ പുതിയ നിയമം വായിക്കാതെ പഴയ നിയമം വായിക്കുമ്പം ചൂല് എന്ന് പറഞ്ഞുകൊണ്ട് അത് വ്യാഖ്യാനിക്കും. ഇത് ഈ പഴയ നിയമത്തിൽ നിഴൽ രൂപങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. പഴയ നിയമ ആൾക്കാർ ഇത് ഭാഗികമായിട്ട് വലിയൊരു പങ്ക് മനസ്സിലാക്കിയിട്ടുള്ളൂ, അത്ര ഉദ്ദേശിച്ചിരുന്നുള്ളൂ. എന്നാൽ അതിനകത്ത് ദൈവം തെരഞ്ഞെടുത്ത ചില ആൾക്കാരുണ്ടായിരുന്നു. അഭിഷേകം വീണവർ, ദാവീദ്, രാജാവിൻ്റെ അഭിഷേകം കിട്ടിയവൻ, പ്രവാചകന്മാർ, പുരോഹിതന്മാർ, അവരിത് നോക്കുന്ന അങ്ങനെ അല്ലായിരുന്നു. അവർ ആനയെ കണ്ടവരെ പോലെയാണ് നോക്കിയത്, കണ്ടിട്ടില്ല. പക്ഷെ അവർക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് ഇവിടെ ഒതുങ്ങുന്ന ഒന്നല്ല. അതുകൊണ്ട് ഇവരാരും റിച്ചായില്ല, ലോകം എൻജോയ് ചെയ്തില്ല, എവിടെയൊക്കെയോ കിടന്ന് മരിക്കുമായിരുന്നു. അവർക്ക് ഈ പറയുന്ന ഏക്കർ കണക്കിന് സ്വത്തൊന്നും കിട്ടില്ല. രാജാവിൻ്റെ രാജകൊട്ടാരത്തിൽ വസിച്ചെങ്കിലും നമുക്കറിയാം ദാവീദ് എന്ത് കഷ്ടപ്പെട്ടാണ് ജീവിച്ചതെന്ന്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരെല്ലാം ഈ പഴയ നിയമത്തിനകത്തെ പുതിയ നിയമത്തിൻ്റെ ആൾക്കാരാണ്. അവർക്കിത് പിടികിട്ടിയായിരുന്നു. ക്രിസ്തു അവർക്ക് വേണ്ടി വരുമെന്നും അറിയാമായിരുന്നു. ശിമയോൻ കാത്തിരുന്ന പോലെ അവർ കാത്തിരിക്കുന്ന ഒരു വിഭാഗം, വളരെ ഭാഗ്യമായ നിഴൽ പോലെ. അപ്പം കർത്താവിൻ്റെ നിത്യമായ യാഗത്തിലേക്ക് പുറകെ നിന്ന് നോക്കിയവർ, അത് കഴിഞ്ഞ് നോക്കിയവരുമുണ്ട്, മുന്നേ നോക്കിയവരും പിന്നാലെ നോക്കിയവരും. അപ്പം ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ നിയമം ഏറ്റവും എളുപ്പമാകുന്നത് അത് ആനയെ കാണാത്തവൻ വ്യാഖ്യാനിക്കുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തം പോയി ഇതിൻ്റെ വാലെ പിടിച്ചിട്ട് ചൂലിനെ കുറിച്ച് 1.5 മണിക്കൂർ പ്രസംഗിക്കാം. അവനത് സന്തോഷമാണ്. കാരണം സാമാന്യ അനുഗ്രഹങ്ങളാണ് ഈ നിഴലിൽ കാണുന്ന മൊത്തം. അപ്പം ഇന്നത്തെ സഭയിൽ പ്രസംഗിക്കുന്നവർക്കും മുൻപിലിരിക്കുന്നവർക്കും വേണ്ടത് സാമാന്യ അനുഗ്രഹങ്ങളായതുകൊണ്ട് പഴയ നിയമത്തിൻ്റെ സാമാന്യ അനുഗ്രഹങ്ങളെയാണ് ഇവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ഈ പഴയ നിയമത്തിലേക്ക് ആൾക്കാർ ഷിഫ്റ്റ് ആവുന്നത്. പുതിയ നിയമം വായിച്ചിട്ട് ഒരാൾക്ക് ഒന്നും പ്രൊമിസ് ചെയ്യാൻ പറ്റില്ല, ഒരു വാഗ്ദാനം ചെയ്യാൻ പറ്റില്ല. പഴയ നിയമം അനുസരിച്ച് പറയാം, നീ 10% ഇട്ടാൽ നിനക്കത് കിട്ടും. പക്ഷേ അത് അഭിഷേകമുള്ളവർക്കല്ല നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ അഭിഷേകമുള്ളവരല്ല 10 രൂപ ഇട്ടിട്ട് 150 1000 രൂപ മേടിച്ചിട്ട് പോകുന്നത്. ആ സാമാന്യ ജനമാണ്. അഭിഷേകമുള്ളവർക്ക് എന്നും അടിയും കല്ലേറും മരണമായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പം ആ പൊരുള് അൺട്രാവൽ ചെയ്യുവാണ്. പഴയ നിയമത്തിലെ ആ വിശുദ്ധന്മാർ, ഈ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാർ എന്തനുഭവിച്ചോ അതിലേക്ക് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇന്ന് പുതിയ നിയമത്തിൽ അപ്പോസ്തലിക ഉപദേശം പ്രസംഗിക്കാതെ ഈ ജനങ്ങൾ പഴയ നിയമത്തിലെ നിഴലുകൾ കണ്ട് അവർക്ക് എന്താ പ്രശ്നം? ഒരിക്കൽ പോലും അവർ ആനയെ കാണുന്നില്ല, അതുപോലെ പൊരുൾ തിരിച്ചറിയുന്നില്ല. ആന ഇങ്ങനെ ഇരിക്കുന്ന മക്കളെ ആനയുടെ മാല എന്ന് പറയുമ്പോൾ അവന് സമ്മതിക്കാൻ പറ്റുന്നില്ല.
കാരണം ദേ ആർ ടു ഒബ്സസ്ഡ് വിത്ത് ദ വേൾഡ്. അപ്പോൾ ഇത് കൺവീനിയൻ്റ് ആക്കാൻ വേണ്ടിയാണ് ഇവർ ഈ പഴയ നിയമത്തിൽ നിന്ന് സംസാരിക്കുന്നത്. അവിടെയാണ് നിന്നെ രാജാക്കന്മാരുടെ കഥകളൊക്കെ പറയുമ്പോൾ നിന്നെ അതുപോലെ ആക്കും ഇതുപോലെ ആക്കും എന്നൊക്കെ പറയണമെങ്കിൽ അവിടെ നിന്നേ പറ്റുള്ളൂ. ഇപ്പോൾ പുതിയ നിയമത്തിൽ ഒരാൾ പ്രവചിക്കണമെങ്കിൽ എന്ത് പ്രവചിക്കേണ്ടി വരും? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ടെ നീ ഒന്ന് ദൈവത്തിൻ്റെ രാജ്യം പ്രസംഗിക്കാൻ പ്രവചിക്കേണ്ടി വരത്തില്ലേ? അത് ഇവരെ കൊണ്ട് പോലും സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ കൺവീനിയൻറ്റ് ടു സ്പീക്ക് ഫ്രം ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ്. കേൾക്കുന്നവർക്ക് അതാണ് ഒരാശ്വാസം. അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ഇനിയും നമ്മൾ വീണ്ടും തുടരുന്നതായിരിക്കും. ഗൗരവമായ ആത്മീയ വിഷയങ്ങൾ ചോദ്യത്തിൻ്റെ രൂപത്തിൽ. കാരണം ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. പ്രസംഗങ്ങൾ മനസ്സിൽ നിൽക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ ചോദ്യങ്ങളായിട്ട് വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളായിരിക്കും ഇങ്ങനെ വരുന്നത്. അത് കൂടുതൽ ഉത്തരങ്ങളായി നമ്മുടെ ഉള്ളിൽ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ക്രൂശിലെ ദിവ്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? ക്രൂശിലെ ദിവ്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും. വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും. ക്രൂശിലെ ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും?